പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയവും ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ആ നല്ല ഭാഗ്യത്തെ ഓർത്ത്, നല്ല അവസരത്തെ ഓർത്ത്, ഈ ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത മഹൽ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്ത് മറ്റാർക്കും ലഭിക്കുവാൻ കഴിയാത്ത മഹൽ ഭാഗ്യം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ, അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ, ആമേൻ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളൊക്കെ കർത്താവ് നൽകി ഈ ദിവസങ്ങളിൽ മാനിച്ച് നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും ആയുസ് തരുന്ന കർത്താവിനെ, ആരോഗ്യത്തെ തരുന്ന കർത്താവിനെ, അതേ നമ്മൾ വന്ന വഴികൾ ഒരിക്കലും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും കർത്താവ് നടത്തുന്ന വിധങ്ങൾ, വഴികൾ ആമേൻ വ്യത്യസ്തമാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൻ്റെ ആവശ്യഭാരങ്ങൾ കൂടുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് തകർന്നു പോകാതെ, തളർന്നു പോകാതെ, ആമേൻ, നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുവാൻ അനുവദിക്കാതെ വണ്ണം ദൈവം അത്ഭുതകരമായി, ശ്രേഷ്ഠകരമായി ഈ ദിവസങ്ങളിൽ നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ ആമേൻ, ആയിരം ആമേൻ നാവുകൾ കൊണ്ട് സ്തുതിച്ചാലും പറഞ്ഞാലും തീരാത്ത ഒത്തിരി സന്തോഷങ്ങൾ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ടല്ലോ. പ്രിയ ദൈവമക്കളെ, നിങ്ങളെയും കർത്താവ് ആ വിധത്തിൽ നടത്തട്ടെ. ക്രിസ്തുവിലുള്ള പ്രത്യാശ, ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള സ്നേഹം ആമേൻ വർദ്ധിപ്പിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ഓരോ മെസ്സേജും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനും ദൈവപ്രവൃത്തിക്കും ആമേൻ കാരണമാകുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ. ഇനിയും സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നും ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് അല്പമായി ആമേൻ അറിയിക്കുവാൻ, ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരം നൽകി. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗ്യം. ആമേൻ. ഓർക്കുമല്ലോ, 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിന്റെ അവസാന വാക്യം. പ്രൈസ് ദി ലോർഡ്. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അതെ, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. പ്രൈസ് ദി ലോർഡ്. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. പൂറമ്പറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. പൂറമ്പറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. സ്നേഹിത മാറിയ നേരം, സോദരർ കൈവിട്ട സമയം, സ്നേഹിതർ മാറിയ നേരം, സോദരർ കൈവിട്ട സമയം, തേടി വന്ന ദിവ്യ സ്നേഹം വർണ്ണിച്ചിടുവാൻ സാധ്യം. തേടി വന്ന ദിവ്യ സ്നേഹം വർണ്ണിച്ചിടുവാൻ സാധ്യം. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ആരും തുറക്കാത്ത വാതിൽ, ആരും അറിയാത്ത വഴികൾ, ആരും തുറക്കാത്ത
യേശുവിൻ ഭുജത്തിൻ കരുത്താൽ എന്നെ പുലർത്തുന്നതല്ലേ. യേശുവിൻ ഭുജത്തിൻ കരുത്താൽ എന്നെ പുലർത്തുന്നതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. പുറംപറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. പുറംപറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. അതേ പ്രിയ ദൈവമക്കളെ, എൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണ്, എൻ്റെ സ്വന്തം മിടുക്കുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ച കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ പണത്തിൻ്റെ ഉയർച്ച കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യത്തിൻ്റെ മഹിമ കണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ വട്ടപൂജ്യത്തിനകത്താ നിൽക്കുന്നത്. എൻ്റെ സ്വന്തം എന്ന് ആരെങ്കിലും എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ മിടുക്ക് കൊണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും സീറോയ്ക്കകത്താ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനൊന്നും ഒരു യോഗ്യത ഇല്ല എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരാണോ കർത്താവ് നിങ്ങളെ ഉയർത്തുന്നതിന് കാരണമാക്കി തീർക്കും. ഒരു യോഗ്യതയും ഇല്ലെന്ന് പറഞ്ഞ് അപ്പന്റെ ഉള്ളം കരത്തിലൊന്ന് വീഴുവാൻ തയ്യാറായാൽ നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുവാൻ പോകുന്നു. നമ്മൾ ഇവിടെ വായിച്ചു കേട്ടു 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, അവസാന ഭാഗ്യം ഭാഗം, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അതെ, ഹല്ലേലൂയ. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9 മുതൽ 10 വരെയുള്ള ഭാഗത്തിലാണ് ഈ യെബേസ് എന്ന ഒരു വ്യക്തിയുടെ സാരാംശം, യെബേസ് എന്ന വ്യക്തിയുടെ ചരിത്രം നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അദ്ദേഹം ഒരു നിസ്സാരക്കാരനായ മനുഷ്യനല്ല. പ്രൈസ് ദി ലോർഡ്. 3 വാക്യങ്ങളിലെ തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂവെങ്കിലും തന്റെ സാക്ഷ്യം വലുതാ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഓരോരുത്തരെയും പോലെ സാക്ഷ്യം വലുതാ. ഹല്ലേലൂയ. ആര് പറഞ്ഞില്ലെങ്കിലും, ആര് കേട്ടില്ലെങ്കിലും, ആര് മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെയും നമുക്ക് നൽകുന്ന ദൈവം. യെബേസിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. യഹൂദാ ഗോത്രത്തിലെ ഒരു പാരമ്പര്യം യെബേസിനുണ്ട്. യഹൂദ പാരമ്പര്യത്തിൽ പിറക്കുവാൻ ദൈവം അവസരമൊരുക്കിയ ഒരു ചെറുപ്പക്കാരൻ യെബേസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ യെബേസ് എന്ന പേരിന്റെ അർത്ഥം വ്യസനപുത്രൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒത്തിരി അഭിഷക്ത ദാസന്മാരിൽ കൂടെ നമ്മൾ ഒത്തിരി പ്രാവശ്യം യെബേസിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു മഹൽ ഭാഗ്യം യെബേസിന് ലഭിച്ചു. യഹൂദ ഗോത്രത്തിൽ ജനിക്കുവാനുള്ള ഒരു ഭാഗ്യം കർത്താവ് ഒരുക്കി. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ പാരമ്പര്യത്തിന്റെ കണക്കോ പാരമ്പര്യത്തിന്റെ പേരോ അല്ല, കർത്താവ് നിന്നെ മാനിക്കും. ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചതെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കരങ്ങളിലാണ് നീ ഇരിക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നിന്നെ പണിയും, കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നമുക്കവിടെ കാണുവാൻ കഴിയും. 4-ാം അധ്യായം അതിന്റെ 9 മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. യെബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
എന്നാൽ അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. ആമേൻ. അപ്പോ യബ്ബേസിന് ഈ വ്യസന പുത്രൻ എന്ന് പേരിടുവാൻ കാരണം ആമേൻ ആ ഉദരത്തിൽ വഹിക്കുന്ന സമയത്തെ ആമേൻ ഇവൻ വലിയ പ്രശ്നക്കാരനായിരുന്നു. ആമേൻ. ഞാൻ ചിന്തിച്ചു, ഒന്നുകിൽ അവൻ ഉദരത്തിലായിരുന്നപ്പോഴേ അവൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അമ്മ തിരിച്ചറിഞ്ഞു കാണും. 2, ആമേൻ ആ ഉദരത്തിൽ ആ കുഞ്ഞിനെ വഹിക്കുന്ന സമയത്ത്, യബ്ബേസിനെ വഹിക്കുന്ന സമയത്ത് ആ അമ്മ ഒത്തിരി വേദനകൾ അനുഭവിച്ചു കാണും, ഒത്തിരി നിന്ദകൾ അനുഭവിച്ചു കാണും, ഒത്തിരി പരിഹാസങ്ങൾ അനുഭവിച്ചു കാണും. ആമേൻ. മറ്റുള്ളവരിൽ നിന്നുള്ള അട്ടും തുപ്പും, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചു കാണും. അതേ സഹോദരി, ഇന്ന് അവൻ ഉദരഫലവുമായി നീ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നീ അനുഭവിക്കുന്നത് പോലെ, നീ അനുഭവിക്കുന്നതിനേക്കാൾ അപ്പുറം വേദന ആമേൻ യബ്ബേസിന്റെ അമ്മ അനുഭവിച്ചതിനേക്കാൾ അധിക വേദന നീ ഇന്ന് അനുഭവിച്ചായിരിക്കുന്നുവെങ്കിൽ ആമേൻ പരിശുദ്ധാത്മാവ് നിന്നോടൊരു ദൂത് കൈമാറുവാൻ പറയുന്നു. ആമേൻ. നിന്റെ ഉദരത്തിലുള്ള തലമുറ ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയാ. റമന ഷെംതേനെ റീ കാലകസി. നിന്റെ ഇഷ്ടമോ നിന്റെ പദ്ധതിയോ അല്ല, ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി ഈ ദിവസങ്ങൾ പുറത്തു വരുവാൻ പോകുക. അങ്ങനെ ആമേൻ ഞാൻ ചിന്തിച്ചത് ഇതാണ്. ആമേൻ. 1, ആമേൻ ഹല്ലേലൂയ, യബ്ബേസ് ആമേൻ ഉദരത്തിൽ വെച്ച് അവൻ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണുമായിരിക്കും, അതിനെ ഓർത്ത് അമ്മ വ്യസനിച്ചു കാണും. 2, ആ മകൻ ഉദരത്തിൽ വന്നത് മുഖാന്തരം ഒത്തിരി ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ, മാനസികമായിട്ടുള്ള ബലഹീനതകൾ, സാമ്പത്തികമായിട്ടുള്ള ബലഹീനതകൾ, ഇവയൊക്കെ ആമേൻ വല്ലാണ്ടൊരു ഞെരുക്കത്തിന്റെ അവസ്ഥ പ്രിയ മാതാവ് അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആമേൻ യബ്ബേസിന് ആമേൻ വ്യസന പുത്രൻ എന്നർത്ഥമുള്ള യബ്ബേസ് എന്ന പേര് ആമേൻ ആ മാതാവ് ഇട്ടത്. ഇന്നും ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആമേൻ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ്, ഒന്നിനും പ്രയോജനമില്ല എന്ന് പറഞ്ഞ്, എന്നെ കൊണ്ട് ഒന്നിനും ഒരു പ്രയോജനമില്ല, എന്നെ കൊണ്ട് ഒന്നിനും ആമേൻ ആർക്കും ഒരു പ്രയോജനമില്ല, ഞാൻ കൊള്ളരുതാത്തവനാ, ഞാൻ കൊള്ളരുതാത്തവളാ എന്ന് പറഞ്ഞ് നിന്നെ ആരെങ്കിലും തള്ളുന്നുണ്ടെങ്കിൽ ആമേൻ പ്രിയ ദൈവമക്കളെ, നിന്നോട് ഞാനൊരു ദൂത് കൈമാറട്ടെ. ആമേൻ ആർക്കും വേണ്ടാത്ത, കൊള്ളരുതാത്ത നിന്നെ സ്വർഗത്തിലെ അപ്പന് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ നിന്നെ കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞു ആമേൻ, അല്ലെങ്കിൽ നിന്നെ ഒരു നിന്ന എന്ന് പറഞ്ഞു, നീ ഒരു പരിഹാസം എന്ന് പറഞ്ഞു നിന്നെ കൂട്ടുവാൻ തയ്യാറാകാതവണ് നിന്നെ ആമേൻ വലിച്ചു പറിച്ച് ആമേൻ കളയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ കർത്താവ് അവിടെ മാനിക്കുവാൻ പോകുക. ആരോടോ പരിശുദ്ധാത്മാവ് ഒരു ദൂതനോട് ഇപ്രകാരം വിളിച്ചു പറയുവാൻ പറയുന്നു. ആമേൻ ജോലി സ്ഥലത്ത് നീ ചെല്ലുന്ന സമയം മുതൽ നിനക്കവിടെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം നിന്നെ ആരൊക്കെയോ നിന്ദിക്കുന്നുണ്ട്, നിന്നെ ആരൊക്കെ പരിഹസിക്കുന്നുണ്ട്, നിന്നെ ആരൊക്കെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അവൻ നീ പലപ്പോഴും പറയുന്നുണ്ട്, എന്റെ കോൺട്രാക്ട് തീർന്നെങ്കിൽ ഞാനൊന്ന് ആമേൻ ഈ ദേശം വിട്ടങ്ങ് പോകുമായിരുന്നു, എന്റെ ആമേൻ ഹല്ലേലൂയ ഈ ജോലി ആമേൻ ഒന്ന് അവസാനിച്ചു കിട്ടിയെങ്കിൽ ആമേൻ അങ്ങനെ നീ കരയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ ചുമ്മാതല്ല ആ രാജ്യത്ത് കൊണ്ടെത്തിച്ചത്, നിന്നെ ചുമ്മാതല്ല ആ ദേശത്ത് കൊണ്ടിട്ടത്, നിന്നെ ചുമ്മാതല്ല ആമേൻ ആ ഓഫീസിൽ കൊണ്ടു നിർത്തിയത്, നിന്നിലൂടെ കർത്താവ് ചിലത് ചെയ്യുവാൻ പോകുന്നു. ജൂഡാമന റഖാല ഷെംതേനെ റീ കാലഗസി അർത്ഥപ്രൗഢവന അന്തര ജഗൽപ്രൗഢവന ധീവലഘടകസിയ അർത്ഥനാധികാരഘടക ശബ്ദപ്രൗഢവന. അതെ, നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം കർത്താവ് വരുത്തുവാൻ പോകുന്നു. വിശ്വാസത്തോടെ ദൂത് ഏറ്റെടുക്കുവാൻ തയ്യാറാകുക. നിന്നെ അവിടെ കൊണ്ടെത്തിച്ചുവെങ്കിൽ, നിന്റെ തലമുറയെ അവിടെ കൊണ്ടെത്തിച്ചുവെങ്കിൽ, അവൻ നിനക്ക് അങ്ങനെ ഒരു ജോലി തന്നുവെങ്കിൽ, നിനക്ക് അങ്ങനെ ഒരു ജോലി തരാമെന്ന് പറഞ്ഞ് നിന്നെ ആ ദേശത്ത് കൊണ്ടു നിർത്തിയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അവസ്ഥയെ അവൻ മാറ്റും, നിന്റെ ഗതിയെ അവൻ മാറ്റി കുറിക്കുവാൻ പോകുക. ശംതാന ജൂഡമന റഖലക ശംതനാരകൽ പ്രൗഢവന അധാരഘടക ശംതനാരകൽ കടകസി. ആമേൻ നമുക്കവിടെ കാണുവാൻ കഴിയും. ആമേൻ ആ 3 വാക്യങ്ങളിലും കാണുവാൻ കഴിയും. യബ്ബേസിന്റെ പേര് മാറ്റിയതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയത്തില്ല, പക്ഷേ യബ്ബേസിന്റെ അവസ്ഥയെ കർത്താവ് മാറ്റി. റമന ഷെഖേനെ രഗൽ കടകസി. ആരോടോ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നിന്റെ പേര് ചിലപ്പോൾ മാറിയെന്ന് വരത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഏത് അവസ്ഥയെയും മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിന്റെ പേരിനെ ആമേൻ മാറ്റി എന്ന് വരത്തില്ല, പക്ഷേ നിന്റെ പേരിലല്ല കാര്യം, നിന്റെ അവസ്ഥ മാറുന്നതിലാ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പേര് ചേഞ്ച് ആവുന്ന
മാറുന്നതിലല്ല വിഷയം, ആമേൻ, നിന്റെ അവസ്ഥ മാറുന്നതിലാ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ പേര് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നിന്നെ എല്ലാവരും കളിയാക്കട്ടെ, നിന്നെ എല്ലാവരും പുച്ഛിക്കട്ടെ, പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അവസ്ഥയെ, നിന്റെ ഗതിയെ, നിന്റെ ഇന്നുള്ള ഗതിയെ പരിശുദ്ധാത്മാവ് മാറ്റുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യെബേസിന്റെ പേര് മാറ്റിയത് നമുക്ക് കാണുവാൻ കഴിയത്തില്ല, പക്ഷെ യെബേസിന്റെ അവസ്ഥയെ സ്വർഗത്തിലെ ദൈവം മാറ്റി. ആമേൻ. ബൈബിളിൽ നമുക്ക് ആമേൻ ഒത്തിരി പേരുടെ പേര് മാറ്റിയോ നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാം, സാറായി, ആമേൻ, ഹല്ലേലൂയ, യാക്കോബ്, ആമേൻ, ഷീമോന്റെ പേരൊക്കെ കർത്താവ് ചേഞ്ച് ചെയ്തു കൊടുത്തു. പക്ഷേ ആമേൻ യെബേസിനെ സംബന്ധിച്ചിടത്തോളം യെബേസിന്റെ പേരിനെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതി ഇല്ലായിരുന്നു. ആമേൻ. യെബേസിന്റെ ഗതിക്ക്, സ്ഥിതിഗതിക്ക്, ആമേൻ, ആമേൻ, യെബേസിന്റെ അവസ്ഥയ്ക്ക് കർത്താവ് ഒരു ചേഞ്ച് വരുത്തി. അങ്ങനെയെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ആരൊക്കെയോ എന്തൊക്കെയോ ചേഞ്ച് ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അപേക്ഷിക്കുന്നതിനെ അവൻ എന്റെ കർത്താവ് നിനക്ക് നൽകുവാൻ പോകുക. നിന്റെ അവസ്ഥയ്ക്ക് കർത്താവ് വ്യത്യാസം നൽകുവാൻ പോകുക. നിന്റെ അവസ്ഥയ്ക്ക് കർത്താവ് വ്യത്യാസം നൽകുവാൻ പോകുക. നിന്റെ തകർച്ചയ്ക്ക് പരിശുദ്ധാത്മാവ് വ്യത്യാസം നൽകുവാൻ പോകുക. നിന്റെ തൊഴിൽ മേഖല ഇല്ല എന്നുള്ള അവസ്ഥയ്ക്ക് പരിശുദ്ധാത്മാവ് വ്യത്യാസം നൽകുവാൻ പോകുന്നു. ഉദരഫലം ഇല്ല എന്നുള്ള അവസ്ഥയ്ക്ക് കർത്താവ് വ്യത്യാസം നൽകി നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. ജൂഡബന റഖാല ശേന്തേനരകൾ കടകസി. നിന്റെ മകന്റെ അവസ്ഥയ്ക്ക് പരിശുദ്ധാത്മാവ് വ്യത്യാസം വരുത്തുവാൻ പോകുക. ജൂഡബന റഖാലക ശബ്ദനാരകൾ കടകസി. വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? നിന്റെ ഏത് താഴ്ചയുടെ അവസ്ഥയിലും, നിന്റെ ഏത് പരിഹാസത്തിന്റെ അവസ്ഥയിലും, നിന്റെ ഏത് നിന്ദയുടെ അവസ്ഥയിലും കർത്താവ് നിന്റെ സ്ഥിതിയെ മാറ്റും. അതേ പ്രിയ ദൈവ പൈതലേ, അമ്മ ഞാൻ പാടിയപ്പോൾ പാടി പുറംപറമ്പിൽ കിടന്ന എന്നെ കോരിയെടുത്തത് അങ്ങ്. അതേ പ്രിയ ദൈവമക്കളെ, ആർക്കും വേണ്ടായിരുന്ന ഒരു വ്യസന പുത്രിയായിരുന്നു ഞാനും. ആമേൻ. ഒരു വ്യസന പുത്രിയായിരുന്നു പ്രിയ കർത്തദാസനും. ആമേൻ. ആർക്കും വേണ്ടാതിരുന്ന ഞങ്ങളെ, ആമേൻ, ഞങ്ങളുടെ പേരിനെ അല്ല കർത്താവ് മാറ്റിയത്. ആമേൻ. ആദ്യം ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ആമേൻ മാറ്റം വരുത്തി. ആമേൻ. ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നപ്പോൾ ഞങ്ങളുടെ പേരിനും ആമേൻ ഒരു തേജസ് വീഴുവാനിടയായി. പ്രിയ ദൈവമക്കളെ, എന്റെ പേര് മാറ്റണമെന്ന് ആരെങ്കിലും, ആമേൻ, എന്റെ അവസ്ഥ മാറ്റണമെന്ന് ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ കോണുകളിൽ ഇരുന്ന് ആമേൻ കരയുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ വ്യക്തമായ ദൂത് കൈമാറുന്നു. നിന്റെ പേരിനും നിന്റെ അവസ്ഥയ്ക്കും ആമേൻ നിന്റെ കുടുംബത്തിന്റെ ഇന്നത്തെ നാണം കെട്ട അവസ്ഥയിൽ നിന്ന് കർത്താവ് ആമേൻ ഒരു മാറ്റം വരുത്തുവാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. ഏതൊക്കെയോ സഹോദരിമാർ കരയുന്നുണ്ട്. ആമേൻ, ആമേൻ, ഞാൻ ഈ കുടുംബത്തിൽ വന്നു നശിച്ചു എന്ന് എന്റെ ഭർത്താവ് പറയുന്നുണ്ട്. എന്റെ മക്കൾ എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. ഒന്ന് പതുക്കെ പറ സഹോദരി. ആമേൻ. എന്റെ ഭർത്താവ് അപ്പുറത്തിരുന്ന് കേൾക്കുകയാ. ആമേൻ. ഹല്ലേലൂയ. അതേ പ്രിയ മാതാവേ, പ്രിയ പൈതലേ, നിന്റെ അവസ്ഥയ്ക്ക് കർത്താവ് വ്യത്യാസം വരുത്തുവാൻ പോകുന്നു. നിന്റെ സ്ഥിതിഗതികൾക്ക് കർത്താവ് വ്യത്യാസം വരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യെബേസ് ആമേൻ ഹല്ലേലൂയ ഇസ്രായേലിന്റെ ദൈവത്തെ ആമേൻ അളവറ്റ ശക്തിയാൽ വിശ്വസിക്കുവാനിടയായി. ആമേൻ. ആ ദൈവത്തിൽ ആമേൻ അടിയുറച്ച് വിശ്വസിക്കുവാനിടയായി. ആമേൻ. ഞാൻ ചിന്തിക്കുന്നു, തന്റെ ചെറുപ്പകാലത്ത് ആമേൻ തന്റെ പേരിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ അർത്ഥം തനിക്ക് മനസ്സിലായി കാണത്തില്ല. പക്ഷേ താൻ വളർന്ന് തന്റെ യൗവനത്തിലോട്ട് അടുത്തപ്പോൾ ആമേൻ തന്റെ ഉള്ളിൽ ആമേൻ ചിന്ത വന്നു കാണും, ആ വ്യസനപുത്രൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വ്യസനപുത്രൻ എന്ന ആമേൻ ആ പേരിനെ ഓർത്ത് യെബേസ് വളരെ ആമേൻ വേദനിച്ചു കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ അവസ്ഥയാണ് ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ വല്ലാണ്ട് ആമേൻ പ്രാണവേദനയിൽ യെബേസ് ചിന്തിച്ചു കാണും, ഞാനൊരു വ്യസന പുത്രനായി മാറിയല്ലോ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാണ് എന്നെ ആമേൻ വ്യസന പുത്രൻ എന്ന് ആമേൻ അർത്ഥമുള്ള യെബേസ് എന്ന് എൻ്റെ അമ്മ ആമേൻ പേര് ആമേൻ എനിക്കിട്ടത് ചിന്തിച്ചു കാണും. ചിന്ത തന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അതിന്റെ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും, യെബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു. ആമേൻ. എന്റെ അതിർ വിശാലമാക്കി എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകരമായി തീരാതെ വണ്ണം എന്നെ കാക്കയും കൊള്ളാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആമേൻ ഞാൻ ചിന്തിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നോട് ആമേൻ ഹാൻഡ് ഓവർ ചെയ്തൊരു ആലോചന ഇതാ. ആമേൻ. ആ മകൻ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ആമേൻ
ഹല്ലേലൂയ, അവനൊരു ശപിക്കപ്പെട്ടവനായിരുന്നിരിക്കും. ആമേൻ. മറ്റുള്ളവർ അവനെ ശപിച്ചു കാണും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഹല്ലേലൂയ, കൂടെ ഉണ്ടായിരുന്നവരായിരിക്കും എല്ലാവരും. യബ്ബേസ് ഉദരത്തിലായിരുന്നപ്പോഴേ, അമ്മയുടെ ഉദരത്തിലായിരുന്നവരെ അപ്പോഴേ ശാപത്തിന്റെ വാക്കുകൾ കേട്ടായിരിക്കും ഉദരത്തിൽ ആയിരുന്നത്. രണ്ട്, ഒരു വിശാലത ഇല്ലാതെ വണ്ണം ഇടുങ്ങിയ ഒരു അവസ്ഥയിലായിരിക്കും തന്റെ മാതാവായിരുന്നത്. ആ അവസ്ഥയായിരിക്കും ഒരു പക്ഷേ ഹല്ലേലൂയ യബ്ബേസ് എന്ന പേരിന് അർഹനാക്കി തീർത്തത്. ഹല്ലേലൂയ. മൂന്ന്, അനർത്ഥം വ്യസന കാരണമായി തീരാതെ വേണം. ഒത്തിരി പേർ ആ മാതാവിനെ നോക്കി പറഞ്ഞു കാണും, ഹല്ലേലൂയ, ഇവനിലൂടെ നിനക്ക് വലിയ അനർത്ഥം സംഭവിക്കും. അല്ലെങ്കിൽ ഉദരത്തിലായിരിക്കുന്ന ഈ തലമുറയിൽ ഹല്ലേലൂയ വളർന്നു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അനർത്ഥം ഉണ്ടാകുമായിരിക്കും. ഈ വാക്കുകൾ ചിലപ്പോൾ യബ്ബേസിന്റെ ഉള്ളിൽ ഉദരത്തിലായിരുന്നപ്പോഴേ തറച്ചു ചെന്ന് കാണും. അതുകൊണ്ടാണ് യബ്ബേസ് ഹല്ലേലൂയ തന്റെ ദൈവത്തോട് നിലവിളിക്കുന്നത്, ഇസ്രായേലിന്റെ ദൈവത്തോട് നിലവിളിക്കുന്നത്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു. അതേ ശാപം ആണെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു, എന്റെ അതിരിനെ വിശാലമാക്കി എന്നെ നീ കാക്കയും ചെയ്താൽ കൊള്ളാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ നിന്നെ ഒത്തിരി പേർ ശപിച്ചു കാണും. നീ ഒരു ശാപം കെട്ടവൻ, അല്ലെങ്കിൽ നീ ഒരു ശപിക്കപ്പെട്ടവൻ. നീ വന്നതുകൊണ്ട്, നീ ജനിച്ചതുകൊണ്ട് എന്റെ കുടുംബം നശിച്ചു പോയെന്ന് പറയുന്നവരുടെ നടുവിലായിരിക്കാം നീ ആയിരിക്കുന്നത്. നീ രാജ്യത്ത് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ നീ എന്റെ ഭാര്യയായി വന്നതുകൊണ്ട്, നീ എന്റെ ഭർത്താവായി വന്നതുകൊണ്ട്, നീ എന്റെ തലമുറയായി ജനിച്ചതുകൊണ്ട് എന്റെ ജീവിതം നരകമായി തീർന്നെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ നാശം പിടിച്ച അവസ്ഥയൊന്ന് മാറ്റി നിർത്തിയിട്ട് നീ പറയുവാൻ തുടങ്ങുക, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നീ എന്റെ അതിര് വിശാലമാക്കുവാൻ പോകുകയാണ്. അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുന്നവൻ. ആരൊക്കെയോ ശപിക്കപ്പെട്ടവരായി ആരുടെയൊക്കെ വാക്കുകൾക്ക് മുമ്പിൽ പേടിച്ച് ഭയപ്പെട്ട് നിരാശപ്പെട്ട് നെടുവീർപ്പിട്ടിരിക്കുന്ന ആരൊക്കെയോ എന്റെ മുമ്പിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പേര് ചിലപ്പോൾ മാറത്തില്ലായിരിക്കും, നിന്റെ അവസ്ഥയ്ക്ക് കർത്താവ് വ്യത്യാസം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ചേ, എന്ത് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. യബ്ബേസ് പ്രാർത്ഥിക്കുന്നൊരു നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ആ വാക്യത്തിലൂടെ നമുക്കവിടെ കാണുവാൻ കഴിയും. യബ്ബേസിന്റെ പ്രാർത്ഥന തന്റെ ഭാവിയെ മാറ്റുവാനിടയായി. അതേ പ്രിയ ദൈവ വൈതലേ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിന്റെ പ്രാർത്ഥന നിന്റെ ഭാവിയുടെ ലെവൽ മാറുന്നതിന് കാരണമാക്കി തീർക്കും. അതേ, നിന്റെ പ്രാർത്ഥന നിന്റെ നാളെയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതിന് കാരണമായി തീർക്കും. ഇന്നത്തെ പ്രശ്നത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥന നിന്റെ ഭാവിയെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും. നിന്റെ പ്രാർത്ഥന നിന്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് കാരണമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് യബ്ബേസിന്റെ പ്രാർത്ഥന അവന്റെ ഭാവിയെ അനുഗ്രഹിക്കുന്നതിന് കാരണമാക്കി, അവന്റെ സ്ഥിതിഗതികളെ മാറ്റുന്നതിന് കാരണമാക്കി തീർത്തു. ഒന്ന്, അവന്റെ പ്രാർത്ഥന വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ കാട് കയറിയല്ല പ്രാർത്ഥിച്ചത്. അവന്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യം, അവന്റെ വ്യക്തിപരമായിട്ടുള്ള വേദന അവൻ ഉദരത്തിലായിരുന്നപ്പോഴേ കേട്ട ഹല്ലേലൂയ വേദനിക്കപ്പെടുന്ന വാക്കുകളും ശപിക്കപ്പെട്ട വാക്കുകളും ഞെരുങ്ങിയ അവസ്ഥയുമായിരിക്കും വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. ഞാൻ പറയുന്നു, ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുന്നു. ഉദരത്തിൽ ഇത് കേൾക്കുമ്പോഴേ യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും, അപ്പാ ഞാനൊരു വ്യസനപുത്രനായിട്ടാ ജനിക്കാൻ പോകുന്നത്, എന്റെ സ്തുതിയെ ഞാൻ പുറത്തു വരുമ്പോൾ നീ മാറ്റിത്തരണം. നിന്റെ അവസ്ഥയെ മാറ്റുവാൻ നീ ഏത് സാഹചര്യത്തിലും ഇരുന്ന് നിലവിളിക്കുമെങ്കിൽ നിന്റെ അവസ്ഥയെ, നിന്റെ സ്ഥിതിഗതിയെ മാറ്റുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിലും നിന്റെ അടുക്കലുണ്ട്. അതെ, നിന്റെ സ്ഥിതിഗതിയെ മാറ്റുന്ന നിന്റെ അവസ്ഥയെ മാറ്റുന്ന, നിന്റെ പ്രശ്നത്തെ മാറ്റുന്ന, നിന്റെ ഏത് മ്ലേച്ഛകരമായ അവസ്ഥയെ മാറ്റുന്ന ദൈവത്തിന്റെ
ദൈവത്തിന്റെ വലിയൊരു കരം നിന്റെ അടുക്കൽ ഇറങ്ങി വരും. നീ പുറത്ത് വരിക തന്നെ ചെയ്യും. 2, ആവശ്യബോധമുള്ള പ്രാർത്ഥനയാ. അവൻ ആവശ്യബോധമുള്ള പ്രാർത്ഥനയാ. എന്റെ ആവശ്യങ്ങൾ ഇന്ന ആവശ്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഉള്ളതെന്ന് ആമേൻ ഹല്ലേലൂയ യെബേസ് ആമേൻ ആമേൻ പ്രാർത്ഥിക്കുവാനിടയായി. 3, വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് യെബേസിന്റെ പ്രാർത്ഥന. ആമേൻ അടുക്കും ചിട്ടയോട് കൂടെയുള്ള പ്രാർത്ഥന. ആമേൻ നമുക്കും ആമേൻ എന്റെ ഒത്തിരി പ്രാർത്ഥനകൾ എന്റെ ചർച്ചിലുള്ള വിശ്വാസികൾക്കറിയാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആമേൻ ഈ വാചകങ്ങൾ ഞാൻ എടുത്ത് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ആമേൻ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കുവാനുള്ള നല്ലൊരു മാതൃകയായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് യെബേസിന്റെ പ്രാർത്ഥന. 4, ആ പ്രാർത്ഥനയ്ക്കകത്ത് ആത്മീകവും ഭൗതികവും ശാരീരികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്നു. ആമേൻ ആത്മീകവുമുണ്ട്, ആമേൻ ഹല്ലേലൂയ ഭൗതികമുണ്ട്, വിശാലതയുണ്ട്, സംരക്ഷണമുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ടൊരു പ്രാർത്ഥന. എന്ത് ആമേൻ ഒത്തിരിയൊക്കെ അങ്ങ് കൂട്ടി ആമേൻ വലിയ പെരുപ്പത്തിൽ പ്രാർത്ഥിച്ചില്ലെങ്കിലും ആമേൻ ചില ചുരുക്കം ആമേൻ ഹല്ലേലൂയ ചില വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയെടുത്തവൻ ആമേൻ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീർന്ന വ്യക്തി. ആമേൻ ഹല്ലേലൂയ. ആമേൻ 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 സഹോദരങ്ങളെക്കാൾ ഏറ്റവും മാന്യനായി ദൈവം അവനെ മാറ്റുവാനിടയായി. ആമേൻ യെബേസിന്റെ പ്രാർത്ഥന ആമേൻ ഞാൻ ചിന്തിക്കുന്നു ഉദരത്തിൽ കിടക്കുന്ന സമയത്തെ ആമേൻ യെബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും. ആമേൻ ആ പ്രാർത്ഥനയെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാക്കി യെബേസിനെ തീർത്തത്. അതെ, അവന്റെ സ്വഭാവത്തിലും അവന്റെ പെരുമാറ്റത്തിലും ആമേൻ മാറ്റമുണ്ടായി. കൂടാതെ ആമേൻ ഹല്ലേലൂയ ആമേൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടത് നിമിത്തം തന്റെ സഹോദരന്മാരിലും തന്റെ ദേശത്തിലും തന്റെ സുഹൃത്തുക്കളിലും ആമേൻ ഹല്ലേലൂയ അവൻ മാന്യനായി തീർന്നു. ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഞാനൊരു ദൂത് നിങ്ങളോട് കൈമാറട്ടെ. ഈ ദൈവവചനം കേൾക്കുന്ന സമയത്തും നീ ഒരു ശാപമാണെന്ന്, നീ ഒരു ശപിക്കപ്പെട്ടവളാണെന്ന്, ഞാനൊരു ആമേൻ ആർക്കും വേണ്ടാത്തവനാണെന്ന് ഒരു ആമേൻ ബോധം നിന്റെ ഉള്ളിൽ നിന്ന് പിശാച് കൊണ്ടിടുന്നുണ്ടെങ്കിൽ നീ അതിനോട് നീ അതിനോട് കുടഞ്ഞുകള. ആമേൻ ഞാൻ മാന്യനായി തീരുവാൻ പോകുകയാ, ഞാൻ മാന്യനായി തീരുവാൻ പോകുകയാ. ആമേൻ പ്രാർത്ഥന അറിയാത്തവർ ഇങ്ങനെ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക. നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിച്ചോ, എന്റെ അതിരുകളെ വിശാലമാക്കി എന്നോട് കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. അതെ, നീ പ്രാർത്ഥിക്കുന്നതിനെ, നീ അപേക്ഷിക്കുന്നതിനെ ദൈവം നിനക്ക് നൽകുവാനിടയായി തരും. ഒരു പക്ഷേ നിന്റെ ഭർത്താവ് നിന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ടാവത്തില്ല. അവൻ നീ കേൾക്കുന്ന വാക്ക് മുഴുവനോ നീ വന്നത് മുതൽ അവൻ ഞാൻ നശിച്ചു പോയി, നീ എനിക്ക് എന്തുണ്ടാക്കി തന്നു, നീ വന്നത് മുതലേ ഞാനൊരു പരാജയമാണെന്ന് അങ്ങനെ പറയുന്നവർ പറയട്ടെ. അതേ മക്കളെ, നിങ്ങളെ നോക്കി മാതാപിതാക്കൾ ശപിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള വചനം യെബേസ് ആമേൻ അത് നോക്കി നീ പഠിക്കുക. ആമേൻ ഹല്ലേലൂയ. യെബേസിനെ മാന്യനാക്കി തീർത്ത ദൈവം നിനക്ക് പഠിക്കുവാൻ കഴിയുന്നില്ലേ? ആമേൻ പല പ്രാവശ്യം നീ പരാജയപ്പെട്ടു പോയോ? എക്സാമുകൾ എഴുതി പരാജയപ്പെട്ടു പോയോ? യെബേസിന്റെ ദൈവം നിന്റെ ദൈവമാ. നിന്നെ മാന്യനാക്കി തീർക്കുന്ന ദൈവം നിന്നെ മാന്യതയുടെ പുതപ്പണിയിപ്പിച്ചോ. ആമേൻ നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ ആമേൻ മാന്യതയുടെ പുതപ്പ് നൽകിയ ദൈവം. അതെ, അതുകൊണ്ട് ആ മാന്യതയുടെ പുതപ്പ് എന്റെ മേൽ വീണത് കൊണ്ട് ധൈര്യത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, ചെയ്യാത്ത കാര്യങ്ങൾ പറയാത്ത കാര്യങ്ങൾക്ക് നിന്നെ കുറ്റം ആരോപിക്കട്ടെ, നിന്നെ തള്ളിക്കളയട്ടെ, നിന്നെ ആര് വേദനിപ്പിക്കട്ടെ, നീ കരയുവാൻ നിൽക്കരുത്, നീ പരിഹാസത്തിൽ വീണു പോകുവാൻ നിൽക്കരുത്. നിന്റെ മേൽ കൊളുത്തപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ ദീപമുണ്ട്, ഒരു അഭിഷേകമുണ്ട്. അതിനെ കുടഞ്ഞെടുത്ത് നീ ശക്തമായി സ്തുതിക്കുവാൻ തുടങ്ങും. നീ ആയിരിക്കുന്ന മാളിക മുറിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു നിനക്ക് വേണ്ടി നിന്റെ പേരിനെ മാറ്റിയെന്ന് വരത്തില്ല, നിന്റെ സ്ഥിതിഗതിയെ മാറ്റുന്ന ദൈവം, നിന്റെ അവസ്ഥയെ മാറ്റുന്ന ദൈവം. ആമേൻ. വിക്കനായ മോശയെ എന്റെ കർത്താവ് മാറ്റിയെങ്കിൽ, നാവിനെ കർത്താവ് അധികാരപ്പെടുത്തിയെങ്കിൽ, ആമേൻ ഒന്നിനും കൊള്ളാത്ത നിന്നെ കൊണ്ട് കർത്താവിന് പ്രയോജനമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നീ ഒന്ന് താഴ്ത്തി ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറായാൽ മതി. ഒന്ന് ദൈവസന്നിധിയിൽ താണു വീണ് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ മതി. നിന്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടും. അതെ, നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടും. നിന്റെ സ്വഭാവം അനുഗ്രഹിക്കപ്പെടും. നിനക്ക് മാറ്റുവാൻ കഴിയുന്നില്ലേ? മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ലേ? നിന്റെ സ്വഭാവത്തെ മാറ്റുവാൻ നിനക്ക് കഴിയത്തില്ല. പക്ഷേ വ്യസനപുത്രനായ യെബേസ്, നീ ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. ഒരു യോഗ്യതയും ഇല്ലെന്ന്, ഒരു കഴിവും ഇല്ലെന്ന് പറഞ്ഞ് കരയുന്ന നിന്റെ അവസ്ഥയെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. മറ്റുള്ളവർ ഒരുപക്ഷെ പറയുന്നുണ്ടായിരിക്കും,
ഈ അഡ്മിഷൻ നിനക്ക് കിട്ടത്തില്ല, ഈ രാജ്യത്ത് നീ പോകത്തില്ല, അഥവാ പോയാൽ തന്നെ നീ എവിടെയെങ്കിലും ഒക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കും, നിനക്കൊരു ജോലി കിട്ടത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, യബ്ബേസിനെ മാനിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ആമേൻ, നിന്റെ ജനനം ഒരു അനുഗ്രഹമാ, നീ ജനിച്ചതൊരു ശാപമെന്നാരോ പറയുന്നുണ്ട്. അതെ, നിന്നോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു, നീ ജനിച്ചതേ ഒരു ശാപമെന്നാരോ പറയുന്നുണ്ട്, നീ വീട്ടിൽ വന്നു കയറിയതേ ഒരു ശാപമെന്ന് പറയുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, നിന്നിലൂടെ ചിലർ പേരെടുക്കുവാൻ പോകുക, നിന്നിലൂടെ ചില കുടുംബത്തിന്റെ പാരമ്പര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുവാൻ പോകുക. യബ്ബേസിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നപ്പോൾ, യബ്ബേസ് അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ, ആമേൻ, യബ്ബേസ് എന്ന ദേശം തന്നെ ഉരുവാകുവാനിടയായി. ആമേൻ, വളരെ ബുദ്ധിയുള്ളതും ആമേൻ ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രിമാരും എഴുന്നേൽക്കുന്ന രീതിയിലുള്ള ഒരു യബ്ബേസ് ദേശമായി കർത്താവ് തീർക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആർക്കും കൊള്ളരുതാത്തവളായി, ആർക്കും കൊള്ളരുതാത്തവനായി, ആർക്കും വേണ്ട എന്ന് പറഞ്ഞു ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ആമേൻ എന്റെ ശുശ്രൂഷ ആരും അംഗീകരിക്കുന്നില്ല, എനിക്ക് ഒരു കഴിവുമില്ല, എൻ്റെ വീട്ടിൽ വന്ന് കയറിയാൽ എനിക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുന്നില്ല, ശാപത്തിന്റെ വാക്കുകളല്ലാതെ, എന്നെ വേണ്ട എന്നുള്ള വാക്കല്ലാതെ സ്നേഹത്തോടെയുള്ള ഒരു വാക്കോ ഒരു ഫോൺ കോളോ ലഭിക്കുവാൻ കഴിയാതെ തകർന്നിരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, യബ്ബേസിനെ മാന്യനായി തീർത്ത ദൈവം, യബ്ബേസിന്റെ പ്രാർത്ഥന, യബ്ബേസ് അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. യബ്ബേസ് എന്ന വ്യക്തിയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ക്ലോസ് ആകുന്നതിന് മുമ്പേ നിന്റെ അവസ്ഥയ്ക്ക് അവൻ വ്യത്യാസം വരുത്തും. അതെ, ചിലരുടെ പേരുകൾ മാറുവാൻ പോകുന്നു, ചിലരുടെ അഡ്രസ്സുകൾക്ക് ചേഞ്ച് ഉണ്ടാകുവാൻ പോകുന്നു. റമന ഷെഗനെ റഗാൽ ഘടകസിയ, നീ പ്രതീക്ഷിക്കാത്ത നന്മകൾ നിനക്ക് വേണ്ടി കർത്താവ് തുറക്കുവാൻ പോകുന്നു, നിന്റെ അവസ്ഥയ്ക്ക് അവൻ വ്യത്യാസം വരുത്തുവാൻ പോകുന്നു. ജൂഡമന റഖാല ഷെംതനെ. അപ്പ അടിയന്റെ മുമ്പിലായിരിക്കുന്ന ജനത്തെ അടിയൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ പേര് മാറട്ടെ, അവന്റെ അവസ്ഥ മാറട്ടെ, അവരുടെ സ്ഥിതിഗതികൾ മാറട്ടെ, അവരുടെ ആത്മീക ജീവിതത്തിന്റെ ലെവൽ മാറട്ടെ, അവരുടെ കുടുംബ ജീവിതത്തിന്റെ ലെവൽ മാറട്ടെ, അവരുടെ തലമുറകളുടെ വിദ്യാഭ്യാസ ലെവൽ മാറട്ടെ, രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ, രോഗമില്ലാത്ത ശരീരങ്ങളായി മാറട്ടെ. അപ്പാ റമന ഷെംതനെ റഖാലഗസിയ. ആമേൻ. യബ്ബേസ് കരഞ്ഞതുപോലെ കരയുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ആർക്കും പ്രയോജനമില്ലാത്തവൻ, ഞാൻ ആർക്കും പ്രയോജനമില്ലാത്തവൻ. അപ്പാ, ഇവരെ കർത്താവ് തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഇവരുടെ സ്ഥിതികൾ മാറട്ടെ, ഇവരുടെ അവസ്ഥകൾ മാറട്ടെ, ഇവരുടെ ജീവിതത്തിന് വേദനിപ്പിക്കുന്ന മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന ആവശ്യമായി ഭാരപ്പെട്ടായിരിക്കുന്നു, സ്ക്രീനിൽ നമ്പറെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥന ആവശ്യം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഇടുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സഭാരാധനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.